പരമേശ്വര, ഞാൻ ചെയ്ത പാപങ്ങൾക്ക് എന്റെ മരണമാണ് പരിഹാരമെങ്കിൽ അതെടുത്തുകൊള്ളൂ. എന്നാൽ ഇവൻ ജീവിക്കണം. മഹേന്ദ്ര ബാഹുബലി ജീവിക്കണം. മുകളിൽ എന്താ ഉള്ളത് അമ്മേ? അവിടെ പേയും പിശാചും ഒക്കെ ഉണ്ട്. പോയാ നിന്നെ പിച്ചു ചീന്തും. നമ്മുടെ ലക്ഷ്യപാതയിൽ ഇടി വീണാലും, ശിരസ് പിളർന്നാലും, ജീവൻ വെടിഞ്ഞാലും അമ്മേ, അമ്മയുടെ ശിവന് 1000 തവണയല്ല, ഇനി ഓരോ നിമിഷവും ശിരസ് കുളിരാൻ പോവാ. കണ്ടോ? ആ ദേവസേന ആരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ നീ ആഗ്രഹിക്കുന്നത് അവരുടെ മോചനമാണെങ്കിൽ ഞാൻ മോചിപ്പിച്ചു കൊണ്ടുവരാം. ആ കണ്ണുകൾ ഞാൻ എവിടെയോ കണ്ടുപോലുണ്ടല്ലോ. ഭദ്ര, അവനെ ജീവനോടെ വേണം എനിക്ക്. ബാഹുബലി ബാഹുബലി മഹിഴ്മതിയുടെ രാജാവായി ഒരു ശുഭമുഹൂർത്തത്തിൽ മകുടം ചൂടും. ഇതാണ് എന്റെ കൽപ്പന. എന്റെ കൽപ്പന രാജശാസനവും. അത്ര വലിയ മഹാവീരനാണോ എന്റെ ശിവന്റെ അച്ഛൻ? അദ്ദേഹത്തെ ഒരു തവണ കാണാമോ? ഇല്ലമ്മേ. എന്ത് അഹങ്കാരത്താലാണ് എന്റെ സഭയെ അപമാനിച്ചത്? വരുന്ന വിജയദശമി ദിനത്തിൽ അതേ മുഹൂർത്തത്തിൽ പൽവാൽ ദേവൻ മഹിഴ്മതിയിലെ അടുത്ത രാജാവാകും. സേനാധിപതി ബാഹുബലിയുടെ നേതൃത്വത്തിൽ ആ മഹാപട്ടാഭിഷേകം നടക്കും. യോദ്ധാവേ, ആരാണ് നീ? മഹിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്. രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ. പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ. അമരേന്ദ്ര ബാഹുബലി. ബാഹുബലിയെ കൊല്ലണം. നീ എന്നെ വധിക്കാൻ ശ്രമിച്ചതായി അവളെ വിശ്വസിപ്പിച്ച് അവളുടെ കൈകൊണ്ട് തന്നെ നിന്റെ മരണവിധി എഴുതിച്ചടാ ഞാൻ. ഈ രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന സർവ്വദോഷങ്ങളെയും ഉച്ചാടനം ചെയ്യാൻ അമരേന്ദ്ര ബാഹുബലിയുടെ മകൻ മഹേന്ദ്ര ബാഹുബലി തിരികെ വന്നിരിക്കുന്നു എന്ന് അറിയിക്കൂ. ഈ രാജ്യത്ത് നീതിക്കും ന്യായത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ പ്രജകൾക്കും ഇനി ശിരസുയർത്തി ജീവിക്കാം. അവർക്ക് അന്യായം ചെയ്യുന്നവർ ആരായിരുന്നാലും അവരുടെ തലയറുത്ത് പാതാളത്തിലേക്ക് എറിയപ്പെടും. ഇതെന്റെ കൽപ്പന, എന്റെ കൽപ്പന തന്നെ രാജശാസനം.